തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ നടന്ന ക്രൂര കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലായി. അയൽവാസിയായ പ്രദീപ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. അതേസമയം പ്രദീപും സംഘവും സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് കൈതമുക്ക് സ്വദേശി വിശാഖാണ്. അല്പസമയത്തിന് മുൻപാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടിയത്. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഈ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അയൽവാസി ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മൃഗീയമായ ഒരു കൊലപാതകം തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്നത്. വഞ്ചിയൂരിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതികളുടെ വാഹനം പിന്നീട് പോലീസ് പരിശോധനയുടെ ഭാഗമായി പുലയാർ കോട്ടയിൽ നിന്ന് ഒരു ആളൊഴിഞ്ഞ കാട് പിടിച്ച പ്രദേശത്ത് നിന്നും പ്രതികളുടെ വാഹനം കണ്ടെത്തിയിരുന്നു. ഈ വാഹനത്തിൽ പ്രതികൾ അവിടെ വരെ, അതായത് 5 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കിയിരുന്നത്. അവിടെ എത്തിയതിനു ശേഷം വാഹനം അവിടെ ഉപേക്ഷിച്ച്, വാഹനവും ആയുധങ്ങളും അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. തുടർന്ന് വിശദമായ പരിശോധന പോലീസ് നടത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ വാഹനം ഉപേക്ഷിച്ച ഇടത്തു നിന്ന് തന്നെ, ഈ കാട് പിടിച്ച പ്രദേശത്ത് നിന്ന് തന്നെ ഈ പ്രതികളെ 4 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അവരെ നിലവിൽ ഇപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേക്കും. അല്ലെങ്കിൽ ഇന്ന് AR ക്യാമ്പിൽ തന്നെ തുടർന്നതിന് ശേഷം നാളെ രാവിലെ സ്റ്റേഷനിലെത്തിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന നിലയായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നേരത്തെ തന്നെ, അതായത് ഈ പ്രതികൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്രതിയും ഈ മരണപ്പെട്ട ആളും തമ്മിൽ നേരത്തെ തന്നെ ചില വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൊലപാതകം, കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസും ഇതിനെ കാണുന്നത്. സ്വാഭാവികമായും പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. അവന്തിക.